ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല. എന്നാണേലും നമ്മുടെ കുറച്ച് ബ്യൂട്ടി ടിപ്സും പിന്നെ കുറച്ച് കുക്കിങ്ങും എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോസാണ് ഇന്ന്. അപ്പം അമ്മയ്ക്ക് ഇന്ന് പുതുവർഷമാണ്. അപ്പം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പം രാവിലെ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. എല്ലാവരും ഒക്കെ എണീറ്റു. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതിലും ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. പിന്നെ വേറെ ഭയങ്കര ഒരു സന്തോഷം കൂടെ പറയാനുണ്ട്. ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് അത് പൂർത്തിയായത്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. 1000 സബ്സ്ക്രൈബർ ആകാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പൂർത്തിയാകാൻ വേണ്ടി ഒത്തിരി പേരുടെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റം വന്നു. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത പോലായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തേക്കും പെട്ടെന്നാണ് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒത്തിരി നന്ദിയുണ്ട്. കാര്യം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയൊക്കെ ആകാൻ പറ്റിയത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് അതൊന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നെ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനും പഴയ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അപ്പം നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആവുകയാണ്. രാവിലെ അപ്പവും ചിക്കൻ കറിയാണേ. അപ്പോൾ അപ്പം എല്ലാം സെറ്റാകാനായിട്ട് വെച്ചു. ഞാൻ എന്തെങ്കിലും ചിക്കൻ കറിക്കുള്ളതെല്ലാം ഒന്ന് ചിക്കൻ കറിയെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ കാണാവേ. ഇപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. രാവിലെ കണ്ണം കഴിച്ചേച്ച് പോയി കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയാണ്. അപ്പോൾ അതൊക്കെ സെറ്റായി. ഞങ്ങൾ കഴിക്കാൻ അച്ചു ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അച്ചുവിന് വേണ്ടി ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നും നമ്മുടെ മുഖത്തിൻ്റെയും തലമുടിയുടെയും ഒക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ട കെയർ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യെ കാല് ഇതൊന്നും നമ്മൾ വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല കേട്ടോ. ഇന്നിപ്പോൾ കാലിൻ്റെ അല്ല കൈയുടെയാണ്. അപ്പോൾ കൈ നമ്മൾ തുണി അലക്കാറുണ്ട്, പാത്രം കഴുകാറുണ്ട്. പാത്രമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് കൈക്ക് ശരിക്കും അങ്ങ് നമ്മുടെ കൈ ഒരുമരാതെ അങ്ങോട്ടാകും. എന്നാ ഉണക്കമത്തി പോലൊക്കെ അങ്ങ് ആയിപ്പോകും കൈ. പക്ഷെ അങ്ങനെ ആകാതെ നമ്മുടെ കൈക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് വേണ്ടിയുള്ളൊരു പായ്ക്കും ഒക്കെയാണ്, മസാജും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. കാര്യം നമ്മളെപ്പോഴും തുണിയിലൊക്കെ പാത്രം കഴുകിച്ചാൽ എപ്പോഴുമാണ് കാര്യം. വീടാണോ എനിക്കൊന്ന് പാത്രം കഴിച്ചായിരുന്നു ഒരു വീട്ടിൽ ഏറ്റവും ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. ഈ പാത്രം കഴിച്ചാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പം നമ്മുടെ കയ്യിലേക്ക് എപ്പോഴും വെള്ളം വീഴുകയും പിന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് നമ്മുടെ കൈയുടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതെല്ലാം സോഫ്റ്റ്നെസ് അങ്ങ് പോവുകയാണ് കൈയുടെ ശരിക്കും അങ്ങ്. കയ്യിൽ ഒരു എണ്ണമയം പോലും ഇല്ല. നമ്മുടെ കൈ അമ്മ വരണ്ടാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിൽ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കൈക്ക് ഇത് ചെയ്താൽ നമ്മുടെ കൈ ഒരു പരിധി വരെ നമ്മുടെ കൈയുടെ പിന്നെ ചുളിവ് കാര്യങ്ങൾ എല്ലാം മാറിക്കിട്ടും. അപ്പോൾ നമുക്കത് എന്നതൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലൂടെ കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ഒരു പാത്രത്തിലോട്ട് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നല്ല ചൂടുവെള്ളമായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈ മുക്കി വെക്കാമെന്ന് ചെറിയ ചൂടിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് നമ്മൾ ചെറുതായിട്ട് തൊട്ട് നോക്കി വെച്ച് വേണം കൈ എടുത്ത് വെക്കാണ്ട്. അല്ലാതെ വെള്ളം ഒഴിച്ച് തന്നെ അതിനകത്തൊരു കൈ അങ്ങ് മുക്കി എടുക്കരുത്. കാര്യം എന്ന് വെച്ചാൽ നല്ല ചൂടാണെങ്കിൽ കൈ പൊള്ളിപ്പോവും. അപ്പോൾ അതിനകത്തൊരു ചെറിയ ചൂട് മതി. നമുക്ക് ചെറിയൊരു ചൂടിൽ കൈ അതിനകത്ത് മുക്കി വെക്കാണ്ട്. അപ്പോൾ ഒരിച്ചിരി വലിയ പാത്രത്തിൽ അപ്പോൾ ഞാനിപ്പോൾ അടുക്കള വശത്താണ് വന്ന് നിൽക്കുന്നത്. എന്നാ നീച്ചാണ്ടല്ലോ നല്ല മഴയാണ്. മഴ ആയതുകൊണ്ടുണ്ടല്ലോ ലൈറ്റ് ഇട്ടാലും അകത്തൊരു വെട്ടക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിയിൽ അടുക്കള വശത്ത് വന്നത്. പക്ഷേ അന്നേരത്തേക്ക് മഴ ഭയങ്കരമായിട്ട് പെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെയും ഒരു വെട്ടക്കുറവങ്ങായി.
അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ഒഴിച്ചത് എന്നാന്ന് ചോദിച്ചാൽ ഷാമ്പു ആണ്. അത് ഏത് ഷാമ്പു വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ, ഇന്ന ഷാമ്പു ഒന്നുമില്ല. പിന്നെ ഇനി ഷാമ്പു ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇച്ചിരി ലിക്വിഡ് ആണെങ്കിലും അതാണെങ്കിലും ഒഴിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനകത്തോട്ട് അതൊഴിച്ചതിന് ശേഷം ഒരു നാരങ്ങ പിഴിഞ്ഞതിനകത്ത്, നാരങ്ങയുടെ പകുതി പിഴിഞ്ഞതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഇതുണ്ട് ഇപ്പോൾ എൻ്റെ കൈ അതിനകത്ത് വെക്കുമ്പം കൈ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം കേട്ടോ. കൈക്ക് ശരിക്കും ഞാൻ ആഴ്ചയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരുന്നു. പിന്നെ ഇടയ്ക്കൊണ്ടൊക്കെ എല്ലാ തിരക്കും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ കൈ ഞാൻ ഇച്ചിരി ഒന്ന് സൂക്ഷിക്കാൻ കുറഞ്ഞു, പാത്രം കഴുകിച്ച കൂടി അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് കൈ എന്നാ അങ്ങോട്ടൊരു ഒരു ഒരു ഇതില്ല, ഒരു മയമില്ലാത്ത പോലെ കൈ അങ്ങോട്ടാകുന്നേ. നമ്മുടെ കൈ നമുക്ക് കാണുമ്പോൾ അറിയില്ല, ഒരു സോഫ്റ്റ് ആയിട്ടല്ലാതെ ഒരു ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള ഇതിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറേ ദിവസം കൊണ്ടൊന്ന് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ അടുത്തൊരു വീഡിയോയും കൂടി ആക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്നങ്ങ് ചെയ്തത്. അപ്പം ഞാൻ കൈ അതിനകത്തൊരു 10 മിനിറ്റോളം ഞാൻ കൈ അതിനകത്ത് മുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മുക്കി വെക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മസാജ് ചെയ്ത് കൈ ഒന്ന് ഇതാകുന്നുണ്ട്. ഇതുണ്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നാരങ്ങ, നമ്മൾ പിഴിഞ്ഞ നാരങ്ങയില്ല, നാരങ്ങയുടെ തോടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നഖത്തിൻ്റെ, അപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ ഒരു ശകലം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്താണ് ഈ വെള്ളത്തിലേക്ക് ഞാൻ കൈ ഇറക്കി വെച്ചത്. അപ്പം അതിലേക്ക് ഞാൻ നാരങ്ങയുടെ ആ തൊണ്ട്, ആ നാരങ്ങ പിഴിഞ്ഞ് തൊണ്ടെടുത്ത് മാറ്റി ഞാൻ നഖത്തിൻ്റെ ഇടയ്ക്കെല്ലാം നല്ലപോലെ ഒന്ന് ഇതാക്കിയെന്ന് വെച്ചാൽ ഈ നഖത്തിനൊക്കെ മിക്കവരുടെയും കയ്യെ കാണാം കുഴിനഖം പോലെ ഉണ്ട്. എൻ്റെ കയ്യിൽ അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പോകാൻ വേണ്ടിയാണ് ഈ നാരങ്ങയുടെ തോടിട്ട് നമ്മൾ നഖം എല്ലാം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രഷ് ഇട്ട് നമ്മുടെ വിരലിൻ്റെ സൈഡും എല്ലാം നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യണം. കൈയുടെ സൈഡിലൊക്കെ ഇടയ്ക്കൊക്കെ അഴുക്ക് വരുമ്പോഴാണ് ഈ കുഴിനഖം നമുക്ക് പെട്ടെന്ന് വരുന്നത്. അത് കാലിലും മിക്കവർക്കും വരും, കയ്യിലും വരും. കയ്യെ ചിലരുടെ നഖമൊക്കെ ഇരിക്കുന്നതാണ് വല്ലതായിരിക്കും ഇരിക്കുന്നത്, അത് നല്ല വേദനയുമാണ് അത് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങയുടെ തോടിട്ട് നല്ലപോലെ നഖത്തിൻ്റെ ഇടയെല്ലാം ഒന്ന് വൃത്തിയാക്കി ബ്രഷിലിട്ടേക്കുക. അത് കഴിഞ്ഞ് പിന്നെ കൈ ഒന്ന് സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ പഞ്ചസാരയും പിന്നെ പാലും, വെറും പാൽ കേട്ടോ, തിളപ്പിച്ച പാലൊന്നുമല്ല, പച്ചപ്പാൽ. പിന്നെ അതിലേക്ക് കുറച്ച് തേനും കൂടെയാണ് ചേർക്കുന്നത്. അപ്പം ഈ പഞ്ചസാര എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മുഖത്തൊക്കെ സ്ക്രബ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇതായിട്ട് എടുക്കുന്നത്, നമ്മുടെ മുഖത്തെ സ്കിന്നെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് പോറലോ ഒന്നും വരാൻ പാടില്ല. പക്ഷെ നമ്മുടെ കൈ ആണെങ്കിൽ ഇച്ചിരി നല്ല കട്ടിയുള്ള ഇതാണ്, സ്കിന്നായതുകൊണ്ട് നമുക്ക് നല്ലപോലെ മസാജ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് പഞ്ചസാര അത് ഒത്തിരി ഇട്ട് അലിയിക്കാനൊന്നും നിൽക്കുകയൊന്നും വേണ്ട. അതോടുകൂടി തന്നെ അന്നേരം തന്നെ നമുക്കത് കൈ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൈയുടെ പുറത്തെ അഴുക്കും കാര്യങ്ങളും എല്ലാം ഒന്നും കൂടി ഇതാകും. അപ്പം ഞാനൊരു 3-4 മിനിറ്റ്, ഒരു 5 മിനിറ്റ് അങ്ങേറ്റം പോലെ അത്രയും നേരം ഒന്ന് സ്ക്രബ് ചെയ്ത് കൈയെല്ലാം നല്ലതായിട്ടൊന്ന് എടുക്കുവാണ്. അപ്പം സ്ക്രബ് ചെയ്യുമ്പോൾ 2 കൈയും നല്ലപോലെ ചെയ്യണം. കൈയുടെ വെള്ളയിലും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, വിരലിൻ്റെ ഇടയ്ക്ക് എല്ലാം നല്ലപോലെ ഞാൻ സ്ക്രബ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് സ്ക്രബ് നല്ലപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തേനാണേലും കൈക്ക് നല്ല ഇതാണ്, പാലാണേലും കൈക്ക് നല്ല ഇതാണ്. ആ ഒരു മുരുമുരുപ്പ് മാറാനായിട്ടൊക്കെ നല്ലതാണ്. അപ്പം ഇതും ഗുണങ്ങളൊന്നും ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും മുഖത്താണേലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും അതിൻ്റെ എല്ലാ ഗുണങ്ങളും അറിയാം, തേനാണേലും ഒക്കെ അറിയാം. അപ്പോൾ ഞാൻ നല്ലപോലെ കൈ ഒന്ന് സ്ക്രബ് ചെയ്തേച്ച് അതിന് ശേഷം ഞാൻ നല്ലപോലെ ഒന്ന് പച്ച വെള്ളത്തിലാണ് കഴുകിയെടുക്കാൻ പോകുന്നത്. അല്ലാതെ ചൂടുവെള്ളമോ അങ്ങനെയൊന്നുമല്ല, വെറും വെള്ളത്തിൽ തന്നെ കൈ നല്ലപോലെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്ത് തുടച്ച് വെച്ച് ഞാൻ ഇനി വരാവേ. അപ്പോൾ കൈയെല്ലാം നല്ലപോലെ കഴുകി ഒന്ന് തുടച്ച് എല്ലാം ഒന്നായി. അപ്പോൾ കൈക്ക് ഇപ്പോൾ തന്നെ കണ്ടോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആ കൈയുടെ ആ കറുപ്പ് കളർ കുറയുന്നുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തൈരും പിന്നെ നാരങ്ങ നീരുമാണ്. നല്ല കട്ട തൈരാണ് എടുക്കുന്നത്. അപ്പം ആ തൈരിനകത്തോട്ട് ഒരിച്ചിരി നാരങ്ങ നീരും കൂടി എടുത്ത് കൈ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ആദ്യം അതൊന്ന് കയ്യിലിട്ടൊന്ന് ഒരു പാക്ക് പോലെ ഇട്ട് കൊടുത്ത് ഇതാക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ അതിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നാരങ്ങ നീര് ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. ഒരു 1/4 സ്പൂണ് അത്രയും മതി. അത്രയും കൂടെ എടുത്ത് അതിനകത്ത് ഒഴിച്ച് വെച്ച് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 കൈയിലും നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു 2-3-5 മിനിറ്റ് നേരം കയ്യിലൊന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളതൊന്ന് മസാജ് ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കൈക്ക്. ഇതിപ്പോൾ ഞാൻ കയ്യിലോട്ട് പുരട്ടാനായിട്ട് തുടങ്ങുവാണ്. നമ്മുടെ സ്കിന്നൊക്കെ അപ്പടി ഈ ചുളിവുകളൊക്കെ വരുന്നതിനുമൊക്കെ നല്ലതാണ്. തൈര് നല്ലൊരിതാണ്, മുഖത്ത് തേക്കാനാണേലും എല്ലാം. ഈ കൂടുതലും എന്നാണെന്നറിയോ, തൈരൊക്കെ കയ്യെ പറ്റിയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്കൂട്ടർ ഓടിക്കുന്നവർക്കൊക്കെ ശരിക്കും സൂര്യപ്രകാശം അടിച്ച് കൈ നല്ലപോലെ കറക്കാറുണ്ട്. എൻ്റെ കൈ ഏറ്റവും കൂടുതൽ കറക്കുന്നത് ഈ സ്കൂട്ടർ ഓടിച്ചുള്ള. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളൊക്കെ നല്ല വെയിലായിരുന്നു. ആ സമയത്തൊക്കെ എന്നും ഉച്ച സമയത്താണ് ഈ പിള്ളേരെ വിളിക്കാനാണേലും കൊണ്ടുവരാനാണേലും ഒക്കെ പോകുന്നതും എല്ലാം. അങ്ങനെ വെയിലത്താണ് കൂടുതലും സ്കൂട്ടർ ഓടിക്കുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും കൈ ഇങ്ങനെയാണ്, കറുത്താണ് ഇരിക്കുന്നത്. അപ്പം കൈ കുറച്ച് ദിവസം കൊണ്ട് ഒരു മങ്ങലും ഒക്കെ ആയിരുന്നു കൈക്ക്.
അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പോകാനും കൂടെയൊക്കെയാണ്. തൈരും എല്ലാം നല്ല ഇതാണ്. അപ്പോൾ അങ്ങനെ തൈരിട്ട് നല്ലപോലെ ഒന്ന് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നല്ലപോലെ ആയിരുന്നു കൈ ഒന്ന് മസാജ് ചെയ്ത് നമ്മൾ 2-4 മിനിറ്റത്തേക്കൊന്ന് വെച്ചാൽ മതി. അത് കഴിഞ്ഞേച്ച് പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ്. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ അത് പാക്കിട്ട് വെക്കുന്ന ഇതായിട്ട് ഞാൻ കാണിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാനതങ്ങ് മസാജ് ചെയ്യുന്നതാണ് പിന്നെ കാണിച്ചേക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ആ പാക്ക് ഇട്ടതും കൂടെ കഴുകി കളഞ്ഞ് നോർമൽ വാട്ടർ തന്നെയാട്ടോ ഇതും കഴുകിയത്. 2 കൈയിലും കഴുകിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കയ്യെ ചെയ്യേണ്ടത് എന്നാണെന്ന് പറയാം. ഇതുണ്ടോ, പാത്രം എടുക്കുക. നമ്മൾ മുമ്പേ എടുത്തില്ല, തൈരിൻ്റെ കൂടെ എടുക്കാൻ ചേർത്തതിൻ്റെ ബാക്കി നാരങ്ങ കാണുമല്ലോ, അതിനകത്തുനിന്ന് 2-3 തുള്ളി മതി നാരങ്ങ നീരും പിന്നെ നമ്മുടെ ഗ്ലിസറിന് ഇത് മതി, കുറച്ച് മതി ഗ്ലിസറിനും. രണ്ടും കൂടെ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കയ്യെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കൈക്ക് നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. ഈ കൈയൊക്കെ മൊരാന്നൊക്കെ ഇരിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് ഗ്ലിസറിൻ ഞാൻ നല്ലപോലെ കയ്യിലും തേക്കുവാണേ. ഒരു മിനിറ്റ്. ഇല്ല, നെറ്റ് ഓണായി കിടക്കുമായിരുന്നു, അതുകൊണ്ട് നെറ്റ് ഒന്ന് ഓഫ് ചെയ്താണ്. അപ്പോൾ ഇത് കണ്ടോ, കയ്യിൽ നല്ലപോലെ ഞാൻ കൈയുടെ വെള്ളയിലും കൈയുടെ പുറത്തും ഒക്കെ ആയിട്ട് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആഴ്ചയിൽ 1 പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ കൈക്ക് വരുന്ന ആ ഒരു മൊരിച്ചിലും പിന്നെ കൈയുടെ ഒക്കെ സ്കിന്നൊക്കെ ചുളിയുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും. അപ്പോൾ നമ്മുടെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യാൻ നല്ലത്. കാര്യം കുറച്ച് നേരത്തേക്ക് പിന്നെ കയ്യെ വെള്ളമോ ഒന്നും പറ്റിക്കാതിരിക്കാമെങ്കിൽ അത്രയും കൂടെ നല്ലതായിരിക്കും. കണ്ടോ, കൈക്ക് നല്ല ഒരു തെളിച്ചം വന്നു. ഇതൊരിച്ചിരി നേരം ഒന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. കണ്ടല്ലോ.